Hello, welcome to market discussion of the day. Today, November 15, 2024, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീറ്റെയിൽ സെയിൽസ് എന്ന് പറയുന്ന ന്യൂസ് വരുന്ന ദിവസമാണ്. UK ടൈമിംഗ് 1:30 മണിക്കാണ് ന്യൂസ് വരുന്നത്, ഇന്ത്യൻ ടൈമിംഗ് 7 മണിക്കാണ് ന്യൂസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണ്? ന്യൂസിൻ്റെ ദിവസം മാറി നിൽക്കുക. അറ്റ്ലീസ്റ്റ് ന്യൂസിന് എന്തായാലും ട്രേഡ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ന്യൂസിന് മുന്നേ 1 മണിക്കൂറെങ്കിലും മുന്നേ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് 2 ന്യൂസുകൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. GBPയെ അഫക്റ്റ് ചെയ്യുന്ന UK നിന്ന് വന്നിട്ടുള്ള ന്യൂസുകളാണ്. ഒന്ന് മാനുഫാക്ചറിങ് പ്രൊഡക്ഷനും അത് വന്നിട്ട് UK നെഗറ്റീവായിട്ടുള്ള ന്യൂസാണ് വന്നിട്ടുള്ളത്. കാരണം പ്രീവിയസ് വന്നിട്ട് 1.3%, ഇപ്പം -1%, ഫോർകാസ്റ്റ് 0.1% ആയിരുന്നു. അപ്പോൾ ഭയങ്കര നെഗറ്റീവായിട്ട് GBPനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നൊരു ന്യൂസാണിത്. രണ്ടാമത്തത് GDP അനൗൺസ്മെൻ്റ് ആണ്. GDP വന്നിട്ട് പ്രീവിയസ് വന്നിട്ട് 0.2%, ആക്ച്വലി വന്നത് -0.1%. ഓക്കെ, അപ്പം അതും ഉറപ്പായിട്ടും ബ്രിട്ടീഷ് പൗണ്ട്സിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന 2 ന്യൂസുകളാണ്. റീറ്റെയിൽ സെയിൽസ് വന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക്, ഇന്ത്യൻ ടൈം 7 മണിക്കാണ് ന്യൂസ് വരുന്നത്. അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറി നിൽക്കുക. ഫോർകാസ്റ്റ് 0.4% ഉണ്ട്, ആക്ച്വൽ 0.4% ആയിരുന്നു കഴിഞ്ഞ വട്ടം. ഓക്കെ, അപ്പോൾ ഈ വട്ടം നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അടുത്ത ആഴ്ചത്തെ ന്യൂസ് കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ JPY എന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. JPYയിലോട്ട് വരുമ്പോൾ JPY വന്നിട്ട് 155.708 എന്നുള്ള ഒരു റേറ്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ. ഓൾമോസ്റ്റ് ഇന്നത്തെ ദിവസം ഏഷ്യ ഓപ്പണായ ഈ ഒരു ക്യാൻഡിൽ 156.72 നിന്ന് ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു 100 പിപ്പോളം താഴെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടും ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടിട്ട് തന്നെ എന്താണ്, പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അപ്പം മാർക്കറ്റ് താഴോട്ട് പോവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇനിയൊരു അവസരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാർക്കറ്റ് ടൈമിങ്ങിൽ 156 താഴെയായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ചെറുതായിട്ട് സെല്ല് ചെയ്തുകൊണ്ട് പോകാം എന്നുള്ളതാണ് JPYയിൽ ചെയ്യാനുള്ളത്. കാരണം ഇന്നൊരു എന്തായാലും ഒരു എന്താ പറയുക, ഫാൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. ഓക്കെ, ഉറപ്പായിട്ടും നമുക്ക് 154 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ബെറ്റർ ബൈ എപ്പോഴും ഒരു 152 ഒരു ബെറ്റർ ബൈ പൊസിഷൻ ഉള്ളത്. 152.1, 152.2 ആ ഒരു റേഞ്ചിൽ. ഓക്കെ, ഇതാണ് JPYയിൽ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ഈ ആഴ്ച നമ്മൾ വിട്ട് കളയുക എന്നുള്ളത്. കാരണം ഒന്നാമത്തെ കാര്യം റീറ്റെയിൽ സെയിൽസ് വരുന്ന ദിവസമാണ്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ എന്താ പറയുക, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് വേണമെങ്കിൽ റിസ്ക് എടുക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. GBP വന്നിട്ട് GBPയും നമുക്ക് ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ GBP നമുക്ക് 1.2500 നമുക്ക് ധൈര്യമായിട്ട് അവിടുന്ന് ചെറിയ തോതിലെങ്കിലും ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ 0.5 ലോട്ടെങ്കിലും എടുത്ത് നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാം എന്നുള്ളത്. 1.2500 കിട്ടിയാൽ അത്രയും മാർക്കറ്റ് പോകണം. ഓക്കെ, ഏകദേശം ഒരു 160 പിപ്പോളം മാർക്കറ്റ് സഞ്ചരിച്ച് താഴെ പോയാലേ മാത്രമേ അത് കിട്ടത്തുള്ളൂ. കാരണം അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് നല്ലൊരു എന്താ പറയുക, മാർക്കറ്റ് തിരിച്ച് കയറാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ GBP രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 1.2800 മുകളിലായിട്ട് കയറി കഴിഞ്ഞാൽ അടുത്ത ബൈ ഉണ്ട്. GBP തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോഴും സെല്ല് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നേരെ നമ്മൾ യൂറോയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂറോ ഇപ്പോൾ എന്താ പറയുക, നല്ല താഴെയാണ്. 1.05542 എന്ന് പറയുന്നൊരു റേറ്റിലാണ്. അപ്പം യൂറോയിൽ ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. 1.0700 മുകളിലായിട്ട് 2 ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല നമുക്ക്. അതിനുശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് ഒരു ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഉറപ്പായിട്ടും 1.0700 എടുക്കുന്ന ആൾക്കാർ 1.0660 താഴെയെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളതാണ് അതിനകത്ത് ഉള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ഒരു കച്ചവടവും ചെയ്യരുത് എന്നുള്ളതാണ്.
ഓക്കെ, നേരെ നമ്മൾ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് എന്തോ ഒരു എങ്ങോട്ടൊക്കെയോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏഷ്യ സ്റ്റാർട്ട് ചെയ്തതും ഇന്നത്തെ ക്ലോസിങ്ങും ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിങ്ങും ഏഷ്യ ഓപ്പൺ ആയതും എല്ലാം 2560 പക്ഷേ ഈ യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് ഈ ഒരു ക്യാൻഡിലാണ് യൂറോപ്പ് ഓപ്പൺ ആയ സമയത്ത് ഓപ്പൺ ആയത് 2559.92 ഈ റേഞ്ചിലാണ് നമുക്ക് മാർക്കറ്റ് ഓപ്പണായി കിട്ടിയത്. അതുകൊണ്ടിട്ട് തന്നെ എനിക്കൊരു തീരുമാനം എടുക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ 2560 മുകളിൽ സ്റ്റാർട്ട് ചെയ്തില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം ഉറപ്പായിട്ട് റീറ്റെയിൽ സെയിൽസ് ഉണ്ട്, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. പക്ഷേ ഇത്രയും, അതായത് കഴിഞ്ഞൊരു ഒരാഴ്ച കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 1500 പിപ്പിന് മുകളിലായിട്ട് മാർക്കറ്റ് താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സോ അതിൻ്റെ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു റീട്രേസ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് ഒരു റിസ്ക് എടുത്ത് ബൈ ചെയ്യണം എന്നുള്ള ആൾക്കാർ 2552 താഴെയായിട്ട് 52-51 ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ വേണമെങ്കിൽ 2560 നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു റിസ്കി ബൈ വേണമെങ്കിൽ എടുക്കാം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള കാര്യം. പക്ഷെ ന്യൂസ് ഉള്ള ദിവസമാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക്, കാരണം ഇന്നൊരു വലിയൊരു റീട്രേസ്മെൻറ്റ് നടക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ആ ഒരു കറക്ഷന് പോകണം അല്ലേ. അതിനുശേഷം ഈവൻ 2580 മുകളിൽ പോയി കഴിഞ്ഞാൽ അത് 2630 മുകളിൽ പോയാൽ 2680 വരെ പോകാനായിട്ടുള്ളൊരു ചാൻസസ് ആണ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് എന്താ പറയുക, റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 2560 വേണമെങ്കിൽ ഒരു ബൈ ചെയ്ത് നമുക്കത് ഹോൾഡ് ചെയ്ത് നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യം. റീറ്റെയിൽ സെയിൽസ് ആണ്. എന്ത് റിസ്ക് എടുത്താലും എന്താണെങ്കിലും മാർക്കറ്റിൽ നിന്ന് ന്യൂസിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ചെറിയ രീതിയിലുള്ള ലോസ് ആണെങ്കിലും നിങ്ങൾ മാറി നിൽക്കുക. ഓക്കെ, ഇവിടെ UK ടൈമിംഗ് 1.5 മണിക്കാണ്. അതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ടുള്ള ക്യാൻഡിലെങ്കിലും മാറി നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റിസ്ക് എടുത്ത് നമ്മളെ ക്യാപിറ്റൽ കളയാതിരിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഡിസ്കഷനുമായിട്ട് നാളെ കാണാം. നാളെ സാറ്റർഡേ ആണ്. നമുക്ക് അടുത്ത ആഴ്ചത്തെ ന്യൂസുകളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻസിനെ കുറിച്ചും അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് ട്രെൻഡ്സിനെ കുറിച്ചും നമുക്ക് സൺഡേ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, ബൈ, സീ യു.